കേരളത്തിൽ ആദ്യമായി ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ച് മാറ്റിവെച്ച കുട്ടമ്പുഴ സ്വദേശിയായ ജനീഷ പുതിയ ജീവിതത്തിലേക്ക്. കരുനാഗപ്പള്ളി സ്വദേശി നിതിന്റെ ഹൃദയവും ശ്വാസകോശവുമാണ് ജനീഷയ്ക്ക് ലഭിച്ചത്. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച 19-കാരൻ നിതിന്റെ മാതാപിതാക്കൾ അവയവദാനത്തിന് നൽകിയ സമ്മതം യഥാർത്ഥത്തിൽ ജനീഷ എന്ന 26-കാരിക്ക് ജീവിതത്തിലേക്കുള്ള മടക്കം കൂടിയാണ്. ശ്വാസകോശവും ഹൃദയവും തകരാറിലാക്കുന്ന അൽസൈമർ എന്ന അപൂർവ രോഗത്തിന് വർഷങ്ങളായി ചികിത്സയിലായിരുന്നു ജനീഷ. 2 ആഴ്ച മുൻപ് രോഗം മൂർച്ഛിച്ചു. അവയവമാറ്റമല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലായിരുന്നു. സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി മുഖേനയാണ് നിതിന്റെ ഹൃദയവും ശ്വാസകോശവും ജനീഷയ്ക്ക് ലഭിച്ചത്. ഇക്കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു 7 മണിക്കൂർ നീണ്ട അതിസങ്കീർണ ശസ്ത്രക്രിയ. വൈകിട്ട് 3:15 നിതിന്റെ ഹൃദയവും ശ്വാസകോശവും ജനീഷയിൽ പ്രവർത്തിച്ചു തുടങ്ങി. ആദ്യമായാണ് 2 ശ്വാസകോശങ്ങളും ഹൃദയവും ഒന്നിച്ചു മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ സംസ്ഥാനത്ത് നടക്കുന്നത്. കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന ജന്മനാ ഉള്ള ചില അസുഖങ്ങളുണ്ട്. ഹൃദയത്തിലെ അറകൾ തമ്മിലുള്ള ഭിത്തിയിലുണ്ടാകുന്ന സുഷിരങ്ങൾ, അതാ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയിലൂടെ നമുക്ക് അടയ്ക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർമാർ ഒരു ശസ്ത്രക്രിയ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ മോഡേൺ മെഡിസിൻ അല്ലാത്ത ഒരു ചികിത്സാ രീതിയിലേക്ക് മാറുകയും അവർ ചിലപ്പോൾ മിസ്ഗൈഡഡ് ആയി പോകുന്നു. മകളുടെ ജീവൻ തിരികെ നൽകിയ ലിസി ആശുപത്രിയിലെ ഡോക്ടർമാരോടും മാനേജ്മെന്റിനോടും ജീവനക്കാരോടും കണ്ണീരോടെ നന്ദി പറഞ്ഞ അമ്മ നിർമ്മല നിതിന്റെ മാതാപിതാക്കളെ കാണാനുള്ള ആഗ്രഹവും തുറന്നു പറഞ്ഞു. കുട്ടമ്പുഴയിലെ നിർധന കുടുംബാംഗമായ ജനീഷയുടെ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളുമാണ് വൻ തുക സമാഹരിച്ചു നൽകിയത്. തുടർ ചികിത്സയ്ക്കും ഈ കുടുംബത്തിന് വേണ്ടത് നല്ല മനസ്സുള്ളവരുടെ സഹായം തന്നെ. തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റിയെങ്കിലും ഒരാഴ്ച കൂടി ജനീഷയ്ക്ക് ആശുപത്രിയിൽ തുടരേണ്ടി വരും. മനോരമ ന്യൂസ്, കൊച്ചി.